എപ്പിസോഡ് 2 തുടക്കത്തിൽ ഫെയ്ത്ത് എന്ന പെൺകുട്ടി പ്രസവിക്കുന്നതാണ് കാണിക്കുന്നത്. ആ കുഞ്ഞിനെ കാണാൻ ഭയങ്കര വികൃതമായിരുന്നു. കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ഫെയ്ത്ത് ആരോടും പറഞ്ഞില്ല. റെബേക്കയുടെ അച്ഛൻ ബോൺ ഫാമിലിയുടെ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. ബോൺസും അച്ഛനുമായുള്ള കുറച്ച് ലെറ്റേഴ്സ് റെബേക്കയ്ക്ക് ചാപ്പൽ വെയിറ്റിൽ നിന്ന് കിട്ടുകയുണ്ടായി. അവളുടെ അച്ഛൻ അവൾക്ക് 15 വയസ്സായപ്പോൾ അവരെ ഉപേക്ഷിച്ച് ന്യൂയോർക്കിൽ പോയി അവിടെ ആരെയോ വിവാഹം കഴിച്ച് ജീവിക്കുന്നുണ്ട്. ചാൾസ് ലോയെയും കൂട്ടി അവിടെയുള്ള ഒരു ഡോക്ടറെ കാണാൻ പോവാണ്. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും ആർക്കും അവളുടെ കാല് ശരിയാക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ലോവ തൻ്റെ ഈ അവസ്ഥയ്ക്ക് അച്ഛനെയാണ് പഴി പറഞ്ഞത്. റെബേക്ക കുട്ടികളെ ടൗണിലെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. കുറച്ച് പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും റെബേക്കയുടെ പിടിവാശിയിൽ അവർക്ക് സ്കൂളിൽ അഡ്മിഷൻ നൽകി. ചാൾസ് ഇതേ സമയം ടൗണിലെ മിനിസ്റ്ററിനെ കാണാൻ ചെല്ലാണ്. ആ മിനിസ്റ്റർക്ക് പണ്ടുണ്ടായിരുന്ന ആ പകർച്ചവ്യാധിയിൽ തൻ്റെ ട്വിൻസിനെ നഷ്ടമായിരുന്നു. ചാൾസ് വന്നിട്ട് തനിക്ക് ഈ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നും അതിനുവേണ്ടി നാട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ ഒരു അവസരം തരണമെന്നും റിക്വസ്റ്റ് ചെയ്തു. നാട്ടുകാർക്ക് എതിർപ്പുണ്ടാവുമെന്നറിഞ്ഞിട്ടും പുള്ളി ചാൾസിന് ഒരവസരം കൊടുക്കാമെന്ന് തന്നെ വാക്ക് നൽകി. തിരിച്ചു പോകുന്ന വഴി ചാൾസ് സ്ട്രേഞ്ചായ ഒരു സ്ത്രീയെ കാണുകയുണ്ടായി. അവളെ കാണാൻ തന്നെ ഒരു പ്രേതം പോലെ ഉണ്ട്. ചാൾസിനെ നോക്കി "ദ വേം ഈസ് കോളിംഗ്" എന്നവള് പറയുന്നുണ്ട്. ഇതേ സമയം ക്ലാസ്സില് ചാൾസിന്റെ മക്കളെ ബാക്കിയുള്ള കുട്ടികൾ പുള്ളി ചെയ്യുകയും അകറ്റി നിർത്തുകയും കളിയാക്കുകയും ചെയ്തു. ടൗണിൽ ആ വികൃതമായ കുട്ടി ജനിച്ചത് എന്തോ മോശമായ കാര്യം ടൗണിൽ നടക്കാൻ പോകുന്നതിന്റെ സൂചനയാണെന്ന് ഗോസിപ്പ് പടർന്നു പിടിച്ചു. ചാൾസ് നാട്ടുകാരോടായി തന്റെ ബിസിനസ് പ്ലാൻ അവതരിപ്പിച്ചു. എന്നാൽ നാട് നശിപ്പിച്ച ബോൺ ഫാമിലിക്ക് ഒരു സഹായവും ഞങ്ങൾ ചെയ്യില്ലെന്ന് പറഞ്ഞ് നാട്ടുകാർ ചാൾസിനെ അപമാനിച്ചു വിട്ടു. രാത്രി ഫെയ്ത്തിനെ കാണാൻ മിനിസ്റ്റർ ഒളിച്ചു വരുന്നുണ്ട്. മിനിസ്റ്ററാണ് ആ കുട്ടിയുടെ അച്ഛൻ. ഓൾറെഡി അവൾക്കൊരു ഭാര്യയുണ്ട്. സോ ഫെയ്ത്തുമായിട്ട് ഒരു അവിഹിത ബന്ധമാണ് പുള്ളിക്കുള്ളത്. മിനിസ്റ്റർ ആ കുഞ്ഞിനെ എടുത്ത് "ദൈവമാണ് നമുക്കിവനെ തന്നത്, നമുക്കിവനെ എല്ലാ സ്നേഹവും കൊടുത്ത് വളർത്താം" എന്ന് പറഞ്ഞു. ഫെയ്ത്ത് അയാളോട് ഈ സ്ഥലത്ത് നിന്നും എങ്ങോട്ടെങ്കിലും പോയി ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പ്രീച്ചേഴ്സ് കോർണേഴ്സ് ഒരു ശപിക്കപ്പെട്ട സ്ഥലമാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. ഉറപ്പായും നമുക്ക് പോകാം എന്ന് മിനിസ്റ്റർ അവൾക്ക് വാക്കുകൊടുത്തു. രാത്രി ചാൾസിന് തന്റെ ഓർമ്മകൾ കാരണം ഉറങ്ങാനേ പറ്റുന്നില്ല. കൂടാതെ ചുമരിനപ്പുറത്ത് നിന്നുള്ള ശബ്ദങ്ങളും. അപ്പോഴാണ് ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം അയാൾ കേട്ടത്. ഡോറ് തുറന്നു നോക്കുമ്പോൾ ആ രോഗം ബാധിച്ച കുട്ടിയില്ലേ, സൂസൻ മാലറി, ആ കുട്ടിയാണ് പുറത്തുള്ളത്. അവൾ ഉള്ളിലേക്ക് കയറി "എന്റെ പപ്പയെ കണ്ടെത്താൻ സഹായിക്കാമോ" എന്ന് ചോദിക്കാണ്. കുട്ടി പാതി ബോധത്തിൽ എന്തോ ആണ് ടൗണിൽ നിന്ന് ഇങ്ങ് വരെയും വന്നത്. റെബേക്ക ആ കുട്ടിയെ തിരിച്ച് അവളുടെ വീട്ടിൽ കൊണ്ടാക്കി. അടുത്ത ദിവസം രാവിലെ താടി ഷേവ് ചെയ്യുന്നതിനിടയ്ക്ക് ചാൾസിന് തന്റെ മൂക്കിന്റെ ഉള്ളിൽ നിന്ന് ഒരു പുഴുവിനെ കിട്ടുന്നു. അവനപ്പോ ആ കത്തി വെച്ച് മൂക്ക് തന്നെ മുറിക്കാൻ നോക്കി. എന്നാൽ ഇതെല്ലാം അവന്റെ ഹാലുസിനേഷൻസ് മാത്രമായിരുന്നു. ഇതേ സമയം ലോയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന മാലയിലെ ആ ഷെൽസ് കാണാതായി. അതവളുടെ അമ്മയുടേതായതുകൊണ്ട് തന്നെ വളരെ പ്രിയപ്പെട്ടതായി അവൾ അത് സൂക്ഷിക്കുകയായിരുന്നു. അനിയൻ അത് എടുത്തെന്ന് കരുതി അവൾ ബഹളം വെച്ചു. എന്നാൽ ടെയിൻ അത് എടുത്തിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അടുത്ത ദിവസം ഹാലോവിന് ചാൾസ് തന്റെ കുട്ടികളെയും കൊണ്ട് ടൗണിലേക്ക് പോയി. കുട്ടികൾ പ്രേതങ്ങളെ പോലെ അണിഞ്ഞൊരുങ്ങി മിഠായി കളക്ട് ചെയ്യാൻ പോയി. എന്നാൽ ചിലരൊക്കെ അവർ ബോൺസ് ആണെന്ന് മനസ്സിലാക്കി അവർക്ക് ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ കുറച്ച് കുട്ടികൾ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അവിടേക്ക് ഏബിൾ വന്ന് പ്രശ്നം സോൾവ് ആക്കുന്നുണ്ട്. ഇതേ സമയം സൂസൻ മാലറി അവളുടെ അവസാന ശ്വാസം വലിക്കുകയാണ്. മരിക്കുന്നതിനു മുന്നേ അവൾ തന്റെ പപ്പയെ കാണണമെന്നും സ്റ്റീഫൻ ബോൺ തന്നെ കാണാൻ വന്നെന്നും പറഞ്ഞു. ഇത് കേട്ടതും അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി "സ്റ്റീഫൻ ബോണാണ് എന്റെ കുഞ്ഞിനെ കൊന്നതെന്ന് പറയാണ്. സ്റ്റീഫൻ ബോൺ മരിച്ചിട്ടില്ല, പോയവന്റെ കുഴിമാടം തുറന്നു നോക്ക്, എന്റെ കുഞ്ഞവനെ കണ്ടു" എന്ന് പറഞ്ഞ് ചാൾസിന് നേരെ അവൾ ശാപവാക്കുകൾ എറിഞ്ഞു. കോൺസ്റ്റബിൾ അപ്പോ എല്ലാവരോടും പിരിഞ്ഞു പോകാനായി ആവശ്യപ്പെട്ടു. അടുത്ത സീനിൽ കോൺസ്റ്റബിളിന്റെ ഭാര്യയായ മേരിയെ ആരോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായി കാണാം. നേരെ ചാപ്പൽ വെയിറ്റിൽ എത്തിയ ചാൾസ് സ്റ്റീഫന്റെ കുഴിമാടം തുറക്കാൻ തുടങ്ങി. ആ കുഴിമാടത്തിനുള്ളിൽ സ്റ്റീഫന്റെ ശവശരീരം ഇല്ലായിരുന്നു. ഇവിടം കൊണ്ട് എപ്പിസോഡ് 2 കഴിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.